രാജ്യ തലസ്ഥാനത്തെ പോലീസ് നടപടിക്ക് പിന്നാലെ പാർലമെന്റിൽ ചർച്ചയാകാമെന്ന് കേന്ദ്ര സർക്കാർ. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ അനുനയത്തിന് ഇല്ല എന്നാണ് കോൺഗ്രസ് നിലപാട്. ജന്തർ മന്ദറിന് സമീപത്തെ നിഷ്പക്ഷ വേദിയിൽ ചർച്ചയാകാമെന്ന് CJPയും വ്യക്തമാക്കി. നീറ്റിനെ ചൊല്ലി പാർലമെന്റിലെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. കറുത്ത വസ്ത്രമണിഞ്ഞാണ് പ്രതിപക്ഷ എംപിമാർ ഇന്ന് സഭയിലെത്തിയത്. ये गंभीर मसला है, हमें इस पर चर्चा करनी चाहिए और चर्चा करने का जो सबसे अच्छा माध्यम है वो है सदन, वो है पार्लियामेंट और हम चर्चा के लिए तैयार हैं. തെരുവിലിട്ട വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് തല്ലിച്ചതച്ചതിന്റെ മൂന്നാം ദിനവും കനത്ത ജാഗ്രതയിലാണ് നഗരമുള്ളത്. നഗരത്തിലുടനീളം അധിക പോലീസിനെ തന്നെ വിന്യസിച്ചുകൊണ്ട് ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനെ നേരിടുകയാണ്. വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും കൂടി നിൽക്കുന്നുണ്ട് എങ്കിൽ അവരെ പിരിച്ചുവിടാനും പോലീസ് ബലം പ്രയോഗിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് കാവലിലും ജന്തർ മന്ദറിൽ വലിയ പ്രതിഷേധം തന്നെയാണ് തുടരുന്നത്. സർക്കാരുമായി ചർച്ചയ്ക്ക് തുറന്ന മനസ്സാണുള്ളത് എന്ന് CJP വക്താക്കൾ അറിയിച്ചു. It is good that they want to talk and we are open to talks also, but with some demands. And we are hopeful that they are going to resolve our issues very soon. പാർലമെന്റിനകത്തും ഇന്ന് ഈ വിഷയം ഉയർത്തി പ്രതിഷേധം ശക്തമായിരുന്നു. വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന അക്രമത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ മാത്രമേ ചർച്ചയുള്ളൂ എന്നാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത്. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ പ്രതിപക്ഷം സമരത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. സർക്കാർ पूरी तरह से नीट पेपर लीक पे चर्चा करने के तैयार है और इस देश के युवाओं का भविष्य के लिए हम सब मिलकर के एक सार्थक चर्चा हो. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഇന്നത്തെ ദിവസവും പൂർണ്ണമായി ഈ വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിൽ തടസ്സപ്പെട്ടു. അതേസമയം ഡൽഹിയിലെ ആശുപത്രിയിൽ കഴിയുന്ന സോനം വാങ്ചുക്കിനെ പ്രതിപക്ഷ എംപിമാർ സന്ദർശിച്ചു. സമരം അവസാനിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികളായി എത്തിയ എംപിമാർ സോനം വാങ്ചുക്കിനോട് അഭ്യർത്ഥിച്ചത്. അതോടൊപ്പം തന്നെ CJP സ്ഥാപകൻ അബ്ജിത് ദീപ്കയും സോനം വാങ്ചുക്കിനു മുന്നിൽ സമാനമായ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. എന്തായാലും അനുദിനം ഓരോ മണിക്കൂറിലും കൂടുതൽ ആളുകൾ ജന്തർ മന്ദറിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും സുരക്ഷ ശക്തമാക്കി തന്നെ തുടരുകയാണ്. ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.